നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മധുര ചേമ്പിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ചേമ്പ് വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം കൊളക്കേഷ്യ ടാരോ എന്നാണ്. അരേസിയയാണ് കുടുംബം. പേരുപോലെ തന്നെ മധുരമേറിയ കിഴങ്ങുകളാണ് ഈ സസ്യത്തിനുള്ളത്. നാട്ടിൻപുറങ്ങളിൽ സാധാരണമായി കൃഷി ചെയ്തു വരുന്ന ഒരു സസ്യമാണിത്. ഇത് രുചികരമായൊരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ്. മധുര ചേമ്പിനെ പൂർണ്ണമായും കിഴങ്ങുവർഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ വേരിൽ നിന്നല്ല, തണ്ടിൽ നിന്നുമാണ് കിഴങ്ങ് രൂപം കൊള്ളുന്നത്. ഇതിന് കൂവക്കിഴങ്ങിനോട് വളരെയധികം സാദൃശ്യവുമുണ്ട്. ഈ കിഴങ്ങിൽ ധാരാളം മിനറൽസ് അടങ്ങിയിരിക്കുന്നു. മധുരച്ചേമ്പിൻ്റെ വേര് നാരുവേര് പടലമായിട്ടാണ് കാണപ്പെടുന്നത്. ഇളം പച്ച നിറമാണ് മധുരച്ചേമ്പിൻ്റെ തണ്ടിന്. ബലം കുറഞ്ഞ തണ്ടിനെ പൊതിഞ്ഞാണ് ഇതിൻ്റെ ഇലകൾ രൂപപ്പെടുന്നത്. ഏകദേശം 30 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന ഇലകൾക്ക് മുകൾ ഭാഗത്ത് കടും പച്ചനിറവും താഴ്ഭാഗത്ത് ഇളം പച്ചനിറവുമാണ്. മിനുസമുള്ള ഇലകളുടെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ശാഖാഗ്രത്തിലുണ്ടാവുന്ന പൂക്കുലകളിലാണ് മധുരച്ചേമ്പിൻ്റെ പുഷ്പങ്ങൾ കാണപ്പെടുന്നത്. ചുവന്ന നിറത്തിലുള്ള വലിയ പൂക്കൾ കുലകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു കുലയിൽ ഏകദേശം 6 മുതൽ 7 വരെ പുഷ്പങ്ങളാണ് ഉണ്ടാവുക. കിഴങ്ങു നട്ടോ ഇലകൾ നട്ടോ ആണ് ഇതിൻ്റെ കൃഷി ചെയ്യുന്നത്. സാധാരണയായി വൃശ്ചിക മാസത്തിലാണ് മധുരച്ചേമ്പ് നടുക. ഏകദേശം 11 മാസം കഴിയുന്നതോടെ വിളവെടുപ്പ് നടത്തുന്നു. ഇതിൻ്റെ കിഴങ്ങ് ഭക്ഷ്യയോഗ്യമാണ് എന്നതിലുപരി ധാരാളം ഔഷധ ഗുണങ്ങളും കിഴങ്ങിനുണ്ട്. ധാരാളം മിനറൽസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടുതന്നെ വളരെയധികം എനർജി നൽകുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണിത്. കൂടാതെ ശീതഗുണവും മധുരരസവും ഉള്ളതുകൊണ്ട് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളിലും ദഹന പ്രശ്നങ്ങളിലും ഈ സസ്യം ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. മധുരച്ചേമ്പിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ മധുരച്ചേമ്പ് പേരുകൊണ്ട് തന്നെ മധുരമുള്ള ചേമ്പും ഒരു കിഴങ്ങാണ്. ഇത് നല്ല ന്യൂട്രീഷ്യൻസാണ്. നല്ല ഈ മൈക്രോ എലമെൻറ്റ്, സിങ്ക്, മെഗ്നീഷ്യം, അയൺ, ഇതൊക്കെ കണ്ടന്റുള്ള ധാരാളം നല്ല ശരീരത്തിന് പോഷക സമൃദ്ധമായൊരു വിഭവം. അത് വെറുതെ കഴിക്കുന്നത് തന്നെ ശരീരത്തിന് ഭക്ഷണത്തിന് പകരം, അതായത് ചോറ് കഴിച്ചില്ലെങ്കിലും ഇത് നല്ലോണം വേവിച്ച് ഉപ്പേരിയായിട്ട് പോലെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ വയറുകാളിച്ച, ചില സ്ത്രീകൾ വയറുകാള്, അതുപോലെ ഈ അസ്ഥിരുക്കം, ഈ 2 കണ്ടീഷനിൽ ഇത് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് പാലിൽ തിളപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം. മാത്രമല്ല ഇതൊരു ശീതവീര്യ, അതുപോലെ ഈ മൂത്രച്ചൂടുള്ള ആൾക്കാർക്കും ഇത് ധാരാളമായിട്ട് വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഈ വേനൽക്കാലത്ത് ഈ കണ്ണിന് ചൂടടിക്കാൻ ഇത് വേവിച്ചതിൻ്റെ പൾപ്പ് എടുത്തിട്ട് കണ്ണിൽ വെച്ചിട്ട് ഒരു ഇല ഏതെങ്കിലും താമരയുടെ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് നേരം കെട്ടി വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ല തണുപ്പ് കിട്ടും. അങ്ങനെ ഒരു ഉപയോഗം ഇതിനുണ്ട്.